ഹായ് ഫ്രണ്ട്സ്, വെറൈറ്റി ക്യാച്ചസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തഞ്ചാവൂർ മ്യൂസിയമാണ്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാൻ പറ്റും. നല്ല ഭംഗിയാണ് കണ്ടില്ലേ, ഭയങ്കര. നമ്മൾ വന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 മണി കഴിഞ്ഞ കേട്ടോ. അന്നേരത്തെ ഒരു അന്തരീക്ഷമാണ്. ഫ്രണ്ടിലൊരു ട്രെയിനൊക്കെ എടുക്കൊണ്ട് നമ്മൾ കൊണ്ടുപോകാം. വ്യഞ്ജനങ്ങളുണ്ട് 15, 16, 167. നമ്മൾ കയറി പോകുന്നതാണ് കേട്ടോ. പ്രൈവസി എല്ലാം ഉണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. ഇതൊരു ട്രെയിൻ ചുറ്റി കാണിക്കുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ ഒരു മാപ്പാണിത്. എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് നോക്കിയിട്ട് ഇത് കണ്ടതിന് ശേഷം നമുക്ക് ഇത് കാണാൻ പോകാം. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഉള്ള ദൃശ്യം. നമുക്ക് അകത്തോട്ട് പോകാം. എന്തൊക്കെ തമിഴ് എഴുതിയേക്കുന്നത് എന്തോന്നും അറിയത്തില്ല. മേളിലോട്ട് കയറി പോകാം കേട്ടോ. പക്ഷേ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടതിന് ശേഷം അങ്ങോട്ട് വരുമ്പോഴുള്ള കാഴ്ചയാണ് ഇത്. 11th സെഞ്ച്വറിയിൽ ഗണപതി, ലിറ്റ് ചോള, അങ്ങനെ കുറേ, അതായത് 11 സെഞ്ച്വറീസിലെ കുറേ വിഗ്രഹങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. കണ്ടില്ലേ, കൂടുതലും ലിറ്റ് ചോള, വെങ്കടേജ് രാജ, അങ്ങനെ ഓരോ ഇവിടെ മാറി മാറി ഭരിച്ചിരുന്ന ആൾക്കാരുടെ കുറച്ച് അവരുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട കുറച്ച് എന്താ പറയുക, രാജാക്കന്മാരും ഭരിച്ച്, അപ്പം ഈ ചോള രാജാക്കന്മാരുണ്ട്, വെങ്കടരാജ, അങ്ങനെ ഓരോരുത്തർ ഭരിച്ച് ആ കാലയളവിൽ നിർമ്മിക്കപ്പെട്ട കുറച്ച് വിഗ്രഹങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം ഓരോ വിഗ്രഹങ്ങളാണ്. കണ്ടില്ലേ, ഇത് വെച്ചേക്കുന്നൊരു മോഡലുണ്ടോ, മഹാവിഷ്ണുവിൻ്റെ ഒരു ഇതാണ്. വളരെ പഴയൊരു, അതുപോലെ തന്നെ എല്ലാം താണ്ട് എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട്. ഡോൺ ടച്ച്, നമ്മളത് പാലിക്കണം. ഡോൺ ടച്ച്, കണ്ടില്ലേ, അത് പാലിച്ച് തന്നെയാണ് പോകുന്നത്. ഞാൻ എങ്ങും തൊട്ടിട്ടില്ല. അതാണ് ഗൈസ് മുരുക. 12th സെഞ്ച്വറീസിലെ ചോള മുരുകൻ്റെ ഒരു വിഗ്രഹമുണ്ട്. കണ്ടില്ലേ, യെസ്. എല്ലാ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വെളിയിലോട്ട് പോകുമ്പോൾ മുമ്പേ കാണിച്ച പോലെ തന്നെ ഇതുണ്ടോ, ഒരു വലിയൊരു സംഭവമാണ്. ഇതിൻ്റെ അകത്തൂടെ കയറി നമുക്ക് മേളിലോട്ട് പോകാം. പക്ഷെ താഴെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടതിന് ശേഷം നമുക്ക് മേളിലോട്ട് പോകാം. ഓക്കെ, സ്റ്റെയറിൻ്റെ ഒരു ഭാഗം തന്നെയല്ല. വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല ഇങ്ങോട്ട് കേട്ടോ. ആ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മാപ്പ്. അത് വ്യക്തമായിട്ട് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചാണെന്ന് തോന്നുന്നു. കണ്ടില്ല, നല്ല പൈപ്പ് കണ്ടത് പുതിയതൊന്നും അറിയത്തില്ല, ഇടണോ. ഈ ഒരു ഭാഗം എല്ലാം അങ്ങനെ തന്നെയാണ്. പഴയ കാലത്തെ കുറച്ച് ആൻറ്റിക് പീസ് കണ്ടല്ലേ. ഹായ്, ചായ ഉണ്ടാക്കുന്ന സംഭവം ഞാൻ അകത്തോട്ട് കാണത്തില്ല. ഓക്കെ, തുറക്കാൻ പറ്റും. ഇതിനകത്തോടൊന്ന് വെള്ളം ഒഴിക്കുന്നു കണ്ടോ. ഇത് ചോറ് കൊണ്ടുവന്ന സംഭവം. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചോറ് കൊണ്ടുവന്നേ പണ്ടത്തെ കാലത്തെ. നല്ല വെയിറ്റ് ഉണ്ട്. ഇവിടെ വലിയ പ്രത്യേകിച്ചൊന്നും കാണാനില്ലെന്നാണ് തോന്നുന്നത്. ഈ ഭാഗത്തോട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടുത്തെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ സംഭവങ്ങളാണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത്. നോക്കാം. ജോർജ് എവറസ്റ്റ്, കുറേ ഇതുണ്ട്. സർവേ ജനറൽ ഓഫ് ദ ഇന്ത്യ. ഡയഡ് ചെയ്തിരിക്കുന്ന 1866 ഡയഡായി. ബോൺ 1719. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന ടേപ്പുകൾ, അതേപോലെ തന്നെ ഇതെന്താണെന്നറിയത്തില്ല, അത് വെച്ച് നോക്കുന്നൊരു സംഭവം. അന്ന് ആലോചിച്ച് നോക്കണം. അന്നും ഭയങ്കര എന്താ പറയുക, ഡെവലപ്പായിട്ടുള്ള രീതിയിലാണ് ഈ സാധനങ്ങളൊക്കെ നോക്കുന്നത്. ഇത് കണ്ടില്ലേ, പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ചങ്ങല കൊണ്ടൊക്കെ അളക്കുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രൈപോഡ്, പഴയ കാലത്ത് ട്രൈപോഡ്. ഇത് നമ്മൾ പലരും യൂസ് ചെയ്യുന്ന ക്യാമറയുടെ ട്രൈപോഡിൻ്റെ മുത്തച്ഛൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കണ്ടില്ലേ, ട്രൈപോഡ്. ഓക്കെ, ഇതാണ്ട് ഇപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ റോഡിലൊക്കെ കണ്ടേക്കാം. ഇത് പഴയ രൂപമാണ് അതിൻ്റെ. പഴയ ഇന്ത്യയുടെ ഒരു മാപ്പ് നോക്കട്ടെ, ഇന്ത്യയുടെ മാപ്പ്. ഇതാണ് നമ്മുടെ പഴയ ഇന്ത്യയുടെ മാപ്പ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കങ്ങോട്ട് പോവാം.
ോട്ടൊന്ന് കയറിപ്പോകാം. കണ്ടില്ലേ, ഇതും ഒരു പുരാതന നിർമ്മിതിയാണ്. അന്നത്തെ കാലത്ത് എന്തോ സംഭവം അന്നത്തെ കാലത്ത് ഇതൊക്കെ തന്നെ സ്പിരിച്വൽ സ്റ്റെയർ കണ്ടോ, നല്ല രസമുണ്ട്. കണ്ടില്ലേ? ആ പഴയ കാലത്തെ വേട്ടാവളിയൻ്റെ കൂട് കണ്ടില്ലേ? കണ്ടുപിടുത്തവുമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ? കണ്ടോ, ഇതെല്ലാം ഞാൻ യൂട്യൂബ് ഇടും കേട്ടോ. ഇതെല്ലാം ഞാൻ ഇടും. ഞാൻ കട്ട് ചെയ്ത് കളയത്തില്ല. സീരിയസ് ആയിട്ട് വേട്ടാവളിയും കൂടല്ല ഞാൻ ഇടും. അറിയട്ടെ, സ്റ്റാൻഡേർഡ് അറിയട്ടെ. ഓക്കെ, കണ്ടില്ലേ? നമ്മളെ സ്റ്റെപ്പുകൾ കയറി മേളിലോട്ട് പോവാണ്. മേളിലോട്ട് കയറാൻ പറ്റും, പക്ഷേ ഇവിടെ അടച്ചു വെച്ചേക്കാണ്. സാഹസ്യമായിട്ട് വേണമെങ്കിൽ മേളിൽ കയറാം, നമുക്ക് നോക്കാം. അപ്പോൾ അറിയില്ല, നോക്കാം. അവരുടെ എന്തെങ്കിലും ഒരു ഭരണസ്ഥിര കേന്ദ്രമാവാം ഇത്. ഇതൊക്കെയുള്ളൂ, ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നും ഇല്ല ഇവിടെ കാണാൻ. പേപ്പർ ഫോട്ടോസൊക്കെ ഉണ്ട്, അതൊക്കെയാണ് എന്തോ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ എന്തോ ഉള്ളത്. യെസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് സാധനങ്ങളാണിത്. ഇതൊക്കെ എന്താണ്? ഇത് ഫാക്സ് അയക്കുന്നതായിരിക്കും, ഇത് അറിയത്തില്ല. ഇത് സോറി, ഇത് ടൈപ്പ് റൈറ്റർ. ഇത് സിനിമ പ്രൊജക്ടർ. ഐ എം സോറി, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സിനിമ പ്രൊജക്ടർ, തമിഴ് റൈറ്റിംഗ് മെഷീൻ. ഇതെന്ത് ഇത്? റെനോ പ്രിൻറ്റിങ്, അറിയത്തില്ല. റെനോ പ്രിൻറ്റിങ് മെഷീൻ. ഇതൊരു പ്രിൻറ്റിങ് മെഷീനാണ് പഴയ കാലത്തെ. ഇത് ഫാക്സ് മെഷീൻ. ഇത് ബെല്ലറ്റ് ബോക്സ് അല്ലേ? ഇതെന്താ ഇത്? ചോളാസ് ബോഡ്കാസ്റ്റിംഗ് ഡിവൈസ് ആണ് കേട്ടോ ഗൈസ്. പഴയൊരു ബോഡ്കാസ്റ്റിംഗ് മെഷീൻ കണ്ടോ? എന്താ ഇപ്പോഴത്തെ ബോഡ്കാസ്റ്റിംഗ് മെഷീൻ്റെ മുത്തച്ഛൻ എന്ന് വേണമെങ്കിൽ പറയുന്നത്. കണ്ടില്ലേ? ഇതുണ്ടോ, ലൗഡ് സ്പീക്കേഴ്സ്, അതിൻ്റെ ലൈറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. എന്താണെന്ന് പോയി നോക്കാം. ഓക്കെ, നേവി ഓഫ് ചോളാസ്, അങ്ങനെ കുറച്ച് പിക്ചേഴ്സാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ തഞ്ചാവൂർ അതായത് പെരിയ കോവിലിൻ്റെ ഒരു മാതൃക ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇതൊരു തഞ്ചാവൂർ ബൃഹന്തേശ്വരി ക്ഷേത്രത്തിൻ്റെ മോഡലാണിത്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, മൈക്രോഫോൺസ്, അതുപോലെ തന്നെ ഈ റെക്കോർഡ്, ഗ്രാമഫോൺ റെക്കോർഡ്, അങ്ങനെ മോണോ റെക്കോർഡിംഗ് പ്ലെയർ, അങ്ങനെ കുറേ. ഇതാണ് വാൽവ്സ്. ഇതെൻ്റെ കയ്യിലിരിപ്പുണ്ട്, വീട്ടിലിരിപ്പുണ്ട് വാൽവ്സ്. അതുപോലെ തന്നെ കുറേ റെക്കോർഡ്സ്, കാര്യങ്ങൾ പഴയ ഇതൊക്കെ നമ്മൾ ഇതുണ്ടല്ലേ, പഴയ VCR, അങ്ങനെ കുറേ കാര്യങ്ങൾ, DVDs എല്ലാം ഉണ്ട് കേട്ടോ. ഈ DVDs ഒക്കെ ഇപ്പോഴും ഇവിടെ നിൽക്കുക. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ വന്നാൽ ഇതിവിടെ കാണും. റെക്കോർഡ് കണ്ടില്ലേ? ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ. ഇനി അടുത്തോട്ട് പോകും. റിവർ സർവേ നോക്കാം, പക്കമാ. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ റിവർ സർവേ. നദി ഒഴുകുന്നുണ്ടോ? ഇത് കടലാണ്. കണ്ടില്ലേ? ഡാമുണ്ട് കേട്ടോ അവിടെ. 1, 2, 3 ഡാം. അവിടെ എല്ലായിടത്തും ഡാമുണ്ട്. അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ഇവിടെ നല്ല ഉത്ഭവിക്കുന്നുണ്ട്. യെസ്, കൊള്ളാമല്ലേ? പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളാണ്. കലപ്പ, അതൊക്കെ നമുക്കറിയാവുന്ന സാധനങ്ങളുണ്ട്. കണ്ടില്ലേ? കാളവണ്ടി, അങ്ങനത്തെ കുറേ. അതായത് പഴയ കാലത്ത് ചോള രാജാക്കന്മാർ യൂസ് ചെയ്ത മോൺസ്ട്രോമീറ്റർ. ഇതെന്ത് ഇത് കണ്ടോ? അന്നത്തെ കാലത്തെ മീറ്റർ ഉണ്ടോ മോൺസ്ട്രൊക്കെ അളക്കുന്നത്? ഹ്യൂമിഡിറ്റി ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇതുണ്ടോ, ഒലക്ക, അങ്ങനത്തെ കുറേ സാധനങ്ങളേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അടുത്തടുത്തോട്ട് പോവാം. ആണിത് അടുത്ത റൂമിൽ. ഇവിടെ ഉണ്ട് വീണ ഡിസ്പ്ലേ. അതുപോലെ തന്നെ കണ്ടില്ലേ, കുറേ സാധനങ്ങളുണ്ട്. നാദസ്വരം, അങ്ങനെ ഇത് കണ്ടില്ലേ? ഇതെല്ലാം പഴയ കാലത്ത് യൂസ് ചെയ്യുന്ന കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? മൃദംഗം, അതുപോലെ ഹാർമോണിയം, അങ്ങനെ കുറേ പഴയ കാലത്ത് യൂസ് ചെയ്ത കുറേ സാധനങ്ങളാണ് ഇവിടെ. ഏറ്റവും കൂടുതൽ ഈ മ്യൂസിയത്തിലുള്ളതും പഴയ കാലത്ത് യൂസ് ചെയ്ത സാധനങ്ങൾ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ CD കണ്ടില്ലേ? അപ്പം അങ്ങനെ കുറേ പുതിയതായിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. CD എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പഴയതായല്ലോ. ഇപ്പം ആരും CD ഒന്നും യൂസ് ചെയ്യാറില്ലല്ലോ. അതുപോലെ
കലാരൂപങ്ങൾ കുമ്മിയടി. ഇതാണ് കുമ്മിയടി. നമ്മൾ പലരെയും പറഞ്ഞ് കളിയാക്കാറുണ്ട്, കുമ്മി അടിക്കില്ല. നാട്ടിൽ ഇതാണ് കുമ്മിയടി. ഓക്കെ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ കുറേ ഹാൻഡിക്രാഫ്റ്റ് മെഷീൻസും ഒക്കെ ഇരിക്കും. കുറേ തഞ്ചാവൂരിൻ്റേതായിട്ട് കുറേ കാര്യങ്ങളും അവർ തന്നെ ക്ലിയർ ചെയ്ത കുറേ സംഭവങ്ങളും ഒക്കെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, സ്പെഷ്യലായിട്ടുള്ള കുറേ തുണി ഐറ്റംസാണ്. കണ്ടില്ലേ, സേലം സിൽക്സ്. ഇതാണ് സേലം സിൽക്സ്. കല്യാണത്തിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഇവർ. ഇത് കേട്ടോ, ഹാൻഡ്ലൂംസ് ഡിസ്പ്ലേ. ഇങ്ങോട്ട് കയറി നോക്കാം. പഴയ കാലത്ത് നെയ്ത്ത് യന്ത്രം, ഇവിടെ ഈ നെയ്ത്ത് യന്ത്രത്തിൽ നെയ്താണെന്ന് തോന്നുന്നു പട്ടുസാരി. പക്ഷെ ഇവിടെ ഭയങ്കര വിലയാണ് കേട്ടോ. പഴയ വില 5000 രൂപയൊക്കെയാണ്. കൊടുക്കണമായിരിക്കുമല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് പഴയ നെയ്ത്ത് യന്ത്രം. കാണാൻ ഈ ഒരു ഭാഗത്ത് ഇത്രയൊക്കെ ഉള്ളു കാണാൻ. ഇവിടെ ഞങ്ങളിവിടെ വന്നപ്പോൾ അധികം ആൾക്കാരില്ല, ജസ്റ്റ് ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് മലയാളീസാണത്. അല്ലാതെ ഇവിടെ കാണാൻ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ കൂടെ പോയി നോക്കാം. വലിയ തിരക്കില്ല ഇവിടെ. രാവിലെ ആയതുകൊണ്ടായിരിക്കാം. തഞ്ചാവൂർ യാത്രയിൽ ഏറ്റവും കൂടുതൽ രസമാണ് ഒരു ദിവസം കൊണ്ട് തഞ്ചാവൂർ വരാൻ നിൽക്കരുത്. അറ്റ്ലീസ്റ്റ് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം തഞ്ചാവൂർ വരുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇന്നലെ ഞാൻ ഉള്ള ക്ഷേത്രം എല്ലാം കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ക്ഷേത്ര ദർശനത്തിനാണോ പോയത്? അല്ല, അതും കുറച്ച് കാര്യമില്ല. വേറെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. നമ്മളിപ്പോൾ ഈ കണ്ടത് ഇവിടെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്ന് പോകുന്നു. ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിർമ്മിതികളാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്സ്. ഇവിടെ നിർമ്മിതികൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുള്ള നിർമ്മിതികൾ ഇവിടെ ഉള്ളത്. കാരണം നമ്മൾ ഈ പുറത്ത് നിന്ന് കാണുന്ന ഒരിക്കലും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടത് നമുക്ക് ഒരിക്കലും ക്യാമറയിൽ പകർത്തിയിട്ട് അത് എത്രത്തോളം വിശദീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ലേ, അതൊക്കെ കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്. അതാണ് ഇവിടുത്തെ ഇപ്പം തന്നെ നമ്മളിവിടെ അനുഭവിക്കുന്ന ഒരു ആംബിയൻസ്, ഇവിടെ അനുഭവിക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഒരിടത്തൊരു ഫാനില്ല, അത് ശരിയാണ്. നല്ല ചൂട്. ഇതിനകത്ത് വെച്ചാൽ നല്ലൊരു AC നിൽക്കുന്ന ഒരു ഫീൽ. അമ്മ അതിന് ചൂടും തണുപ്പും. അമ്മ അതിന് ആ വെളിയിൽ കട്ട ചൂട്. നമ്മളെ കണ്ണാടി വെച്ചോണ്ടൊക്കെ വെളിയിൽ ഇറങ്ങുന്നത്. ഇവിടെ ജനലിൻ്റെ അടുത്ത് പോലും ഒട്ടും നമുക്ക് ചൂട് ഫീൽ ചെയ്ത്. അതൊക്കെ വെളിയിലുണ്ടല്ലേ? ഇവിടെ മ്യൂസിക്കൽ ഫോൺ ഉണ്ടായിരുന്നു. അത് രാത്രി വെള്ളമില്ല. വെള്ളമില്ലാത്തതിൻ്റെ കൊണ്ട് മ്യൂസിക്കൽ ഫോൺ ഓഫ് ആണ്. 70 തിയേറ്റർ ഉണ്ട്. 70. പക്ഷെ അത് വലിയ വർത്താണ്. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ മനസ്സിലായത് അത് വലിയ വർത്താണ്. എത്ര രൂപ? 75 രൂപയാണ് 70 തിയേറ്ററിന് ഒരാൾക്ക്. ശരിയല്ലോ. മേളിലോട്ട് കയറാൻ പറ്റുമോ? ഇല്ല, അവിടെ ക്ലോസ് ചെയ്തേക്കും. ക്ലോസ് ചെയ്തേക്കാം. നമ്മൾ മാനിക്കണമല്ലോ. വേണമെന്നുണ്ടെങ്കിൽ ചാടി കയറായില്ലയോ? എന്നാലും വേണ്ട. ഇതാണ് ഗൈസ് മേളിലോട്ടുള്ള പടികൾ. പക്ഷേ കയറാൻ പറ്റത്തില്ല. അവിടെ വരെ ഉള്ളു കേട്ടോ. ഇവിടെ വരെ ഉള്ളു. പക്ഷേ ഇത് ചോദ്രാജാക്കന്മാർ ഉണ്ടാക്കിയാന്ന് എനിക്ക് തോന്നുന്നു. പുട്ടിയിട്ടാണ് അടിച്ചേക്കുന്നത്. ഇവിടുത്തെ പെയിന്റ് പ്രത്യേകത ഉണ്ട് ഗൈസ്. പുട്ടിയിട്ടാണ് അടിച്ചേക്കുന്നത് ഇവിടെ. ഓ യെസ് യെസ്. ടോവിന്റെ വെറൈറ്റി കാണിച്ചിട്ടുണ്ട്. ഞാൻ അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പെയിന്റ് അവിടെ ഒരു പെയിന്റ്, ഇവിടെ ഒരു പെയിന്റ്. കാറ്ററിംഗിന് നല്ല ചെമ്പുകളായിരിക്കും. ഇതൊക്കെ ടോവിന്റെ കണ്ടുപിടിച്ചത്. ഇവിടെ കണ്ടിട്ടുള്ള ഒരു മറ്റേ ചോള രാജാക്കന്മാരുടെ ഒന്നും അവനെ പറഞ്ഞു കയറില്ല. അവര് കണ്ടെത്തിയോളം വലിയൊരു കലമുണ്ട്. ആ കലം കൊണ്ടുപോയാൽ 10 പേർക്കുള്ള അരി. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരോ കാഴ്ചകൾ കാണുമ്പോൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് തോന്നും മനസ്സിൽ. ഓരോരുത്തരെയും കാഴ്ചകൾ ഡിഫറെന്റ് ആണ്. അതെ അതെ. ഞങ്ങൾ ഇവിടുന്ന് കണ്ടിറങ്ങിയിരിക്കുകയാണ് ഗേസ്. ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ അകത്ത് നല്ല തണുപ്പാണ്. ഇവിടെ പൊരിഞ്ഞ വെയിൽ. കാരണം ടോവിൻ പിന്നെ പ്ലാവ് ചക്ക ഇതൊക്കെയാണ് ടോവിനും അറിയാം. ഇത്രയും നല്ല വിഷ്വൽസ് കണ്ടിട്ട് ടോവിന് പ്ലാവും ചക്കയൊക്കെ ടോവിൻ്റെ. ഇവിടെ വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അത് നിർത്തി വെച്ചിരിക്കും. പണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഇപ്പം ഉച്ചയ്ക്ക് കാണത്തില്ല, രാത്രിയിലേ കാണത്തുള്ളൂ വാട്ടർ ഫൗണ്ടനൊക്കെ. ഇവിടെ കണ്ടു കഴിഞ്ഞു.